CPIക്ക് ഇത് കലികാലമാണെന്ന് തോന്നുന്നു. തുടർച്ചയായ രണ്ടാം ദിവസവും പാർട്ടിയിൽ കൂട്ടരാജി നടന്നിരിക്കുകയാണ്. ഇന്നലെ 700 പേര് രാജിവെച്ചെങ്കിൽ ഇന്ന് 100ഓളം ആളുകളാണ് രാജിവെച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മീനങ്കയിൽ CPIയിൽ കൂട്ടരാജി ഉണ്ടായിരിക്കുകയാണ്. 100ലധികം പേരാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാണിച്ച മുൻ ജില്ലാ കൗൺസിൽ അംഗം മീനങ്കൽ കുമാറിനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് കൂട്ടരാജി ഉണ്ടായത്. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളന വേദിയിലായിരുന്നു സംസ്ഥാന കൗൺസിൽ അംഗമായ മീനങ്കൽ കുമാറിനെ ഇനിയും കൗൺസിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന തീരുമാനം എടുക്കുന്നത്. അന്നു മുതൽ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മീനങ്കൽ കുമാറിനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ചുകൊണ്ടായിരുന്നു പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം സംസ്ഥാന നേതൃത്വം എടുത്തത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മീനങ്കൽ ബ്രാഞ്ചിൽ നിന്നും 100ലധികം പേർ രാജിവെച്ചത്. ഉൾപാർട്ടി പ്രശ്നങ്ങൾ കാരണം ഇന്നലെ കൊല്ലം കടയ്ക്കലിലെ CPIയിലും നിരവധി പേർ പാർട്ടി വിട്ടിരുന്നു. മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലായിരുന്നു കൂട്ടരാജി ഉണ്ടായത്. 10 മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, 45 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 48 ബ്രാഞ്ച് സെക്രട്ടറിമാർ, 9 ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരാണ് രാജിവെച്ചത്. പാർട്ടി വിട്ടവർ CPMൽ ചേരാൻ സാധ്യതയുണ്ട് എന്ന വിവരം വന്നിരുന്നു. സംസ്ഥാനത്ത് CPIക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ള ജില്ലയായിരുന്നു കൊല്ലം. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നതാണ്. എന്നാൽ യോഗത്തിൽ നിന്നും ജില്ലാ നേതാക്കൾ വിട്ടുനിന്നു. പിന്നാലെയാണ് കൂട്ടരാജി ഉണ്ടായത്. കൊല്ലത്തെ കൂട്ടരാജി പത്രസമ്മേളനം വിളിച്ചായിരുന്നു ജില്ലാ നേതൃത്വം അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് രാജി പ്രഖ്യാപിച്ചത്. 700ലധികം പേർ പാർട്ടി അംഗങ്ങൾ രാജിവെച്ചു എന്ന് നേതാക്കൾ അവകാശപ്പെട്ടിരുന്നു. ഉൾപാർട്ടി പ്രശ്നങ്ങൾ നിരന്തരമായതോടെയാണ് ഈ 700ഓളം അംഗങ്ങൾ ഒറ്റയടിക്ക് രാജിവെച്ച് പോയത്. ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് CPIയിൽ നിലനിന്നിരുന്ന വിഭാഗീയത രൂക്ഷമായതിനെ തുടർന്ന് പറവൂർ മേഖലയിൽ 100ലധികം പേർ പാർട്ടി വിട്ടുപോയിരുന്നു. കളമശ്ശേരി, നോർത്ത് പറവൂർ മണ്ഡലങ്ങളിലായി ദീർഘനാളെ CPIയിൽ വിഭാഗീയത നിലനിന്നിരുന്നു. CPI മുൻ ജില്ലാ സെക്രട്ടറി P രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ചില അസ്വാരസ്യങ്ങളായിരുന്നു ഈ വിഭാഗീയത വർദ്ധിപ്പിച്ചത്. ഇതിനെ തുടർന്ന് പലപ്പോഴേ പ്രവർത്തകർ പാർട്ടി വിട്ടിരുന്നു. ഇവർ സംഘടിതരായിട്ടാണ് ഇപ്പോൾ CPMൽ ചേരാൻ ഒരുങ്ങുന്നത് എന്ന വാർത്തയും അന്ന് വന്നിരുന്നു. CPIയിൽ നിലനിന്നിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പോൾ കൂട്ടരാജിയിലേക്കും പ്രവർത്തകർ CPMലേക്ക് പോകുന്നതിലേക്കും എത്തിയിരിക്കുകയാണ്. കൂട്ടരാജിയിൽ മുങ്ങിത്തപ്പുകയാണ് പാർട്ടി. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ നേരത്തുള്ള ഈ കൂട്ടരാജി ഉറപ്പായി മുഖ്യനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ പല CPI ഓഫീസുകളും പൂട്ടിയിടേണ്ടി വരും.